LDF സർക്കാരിന് മൂന്നാം ഊഴം ഉറപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 24 വ്യക്തമാക്കി. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ ഇതാദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് പരസ്യമാക്കുന്നതും നമ്മൾ ഇന്നലെ കണ്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയും ഗവർണറുടെ സമീപനത്തെക്കുറിച്ചും മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു. പിണറായിക്കൊപ്പം SKN എന്ന പരിപാടി എന്ന അഭിമുഖത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണങ്ങളെല്ലാം. നമ്മളൊരു മൂന്നാം ഊഴം ചർച്ച ചെയ്യുന്നൊരു സമയമാണല്ലോ ഇത്. പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം പിണറായി സർക്കാർ ആയിരിക്കുമോ ഇനി വരാൻ? മൂന്നാം ഊഴം വ്യക്തി എന്ന നിലക്ക് കാണേണ്ടതല്ല. നമ്മുടെ LDFന്റെ മൂന്നാം ഊഴം ഉറപ്പാണ്. പിണറായി സർക്കാർ എന്ന് പറയുന്നത് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊക്കെ പല തീരുമാനങ്ങൾ വരേണ്ട കാര്യമാണ്. പിണറായിക്കൊപ്പം SKN എന്ന പ്രത്യേക അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി മൂന്നാം ഊഴത്തെക്കുറിച്ച് പരാമർശം നടത്തിയത്. 35 ദിവസം പിന്നിട്ട ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ ഇതാദ്യമായി മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ആശാ വർക്കർമാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതിൽ LDF ഗവൺമെൻറ് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, നല്ല നടപടികളാണ് എടുത്തിട്ടുള്ളത്. ചില സാമ്പത്തിക പ്രയാസങ്ങൾ വന്നപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കുടിശ്ശികയായിട്ടുണ്ടാകും. ആ കുടിശ്ശിക തീർത്തും ബാധ്യത ഗവൺമെൻറ്റുണ്ട്. ആ ബാധ്യത പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടത്. ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച സൗഹൃദ ചർച്ചയായിരുന്നു. ഗവർണർ മാന്യമായ നിലപാട് സ്വീകരിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ സ്വീകരിച്ച സമീപനം ഒരു നിവേദനം കൊടുക്കലായിരുന്നില്ല. അത് അവരുമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. അതിനകത്ത് പൊതുവായ കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും പറഞ്ഞു. അങ്ങനെ ഒരു പരസ്പര സൗഹൃദ ചർച്ചയാണ് നടന്നത്. അതാണ് ഞാൻ അതിലുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. സംസ്ഥാനം എൻ്റെ സംസ്ഥാനമാണിപ്പോൾ. ആ സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കൂടെ നിൽക്കും, എവിടെ വേണമെങ്കിലും ഞാൻ വരുമെന്ന നിലപാടാണ് ഗവർണർക്കുള്ളത്. അത് തീർത്തും സ്വാഗതാർഹമായ കാര്യമാണല്ലോ. സംസ്ഥാന ഖജനാവിന്റെ ആരോഗ്യം പൊതുവേ നല്ലതാണ്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ അതിശയകരമായ വർധനയുണ്ട്. വായ്പാ പരിധിയിലെ ബുദ്ധിമുട്ട് ഒഴിവാകുകയും കേന്ദ്രവിഹിതം ലഭിക്കുകയും ചെയ്താൽ പ്രതിസന്ധി ഇല്ലാതാകും. നവംബർ 1 കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24.